മൂത്ത മകൻ ഇവിടെ ഇല്ല, ഒരു ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ ബിജുട്ടനെ ഇപ്പം തന്നെ കൊണ്ടുപോകണം, ഗുരുരത്നസ്വാമിയും പിന്നെ ഗുരുമിത്രസ്വാമിയും പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്ന ഒരു പൊതി പായസം കൊണ്ടുവന്ന് ഞങ്ങളെ ഏൽപ്പിച്ച്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇപ്പം എന്തിനാ കൊണ്ടുപോകണം? എൻ്റെ മകനിപ്പോൾ വന്നല്ലേ ഉള്ളൂ, അതുകൊണ്ട് നാളെയല്ലേ ഇന്നല്ലേ ഫങ്ഷൻ, അതിക്ക് മുമ്പ് എന്തിനാ കൊണ്ടുപോകണമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് അവിടെ നാളെ ഒരു മാതൃഭൂമിയിൽ ഒരു മനോരമയിൽ എന്തോ ഒരു വാർത്ത ഇടണം ജെന്നിനെ പറ്റി, അതിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ നിർബന്ധമായിട്ട് മന്നില്ല എന്ന് പറഞ്ഞെങ്കിലും ഇവർ ബലമായിട്ട് തന്നെ പിടിച്ചുകൊണ്ട് പോയതാണ്. കൊണ്ടുപോയപ്പോൾ ഞങ്ങൾ വിഷമിച്ചിരുന്ന്, ഇവരെന്താ ഇപ്പം കൊണ്ടുപോകണം. പിന്നെ ഒരറിവുമില്ല. ഇവിടെ ഇവരല്ലേ കൊണ്ടുപോയി, സ്വാമിയാരല്ലേ. അപ്പോൾ നമുക്ക് ഭയങ്കര വിശ്വാസമാണ് ഇവരെ. അപ്പോൾ അതിന് നമ്മൾ ഒന്നും ചിന്തിച്ചില്ല. ഒരു വെളുപ്പിന് ആയപ്പോഴാണ്, ഞാൻ അറിഞ്ഞില്ല, എൻ്റെ മൂത്ത മകൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോഴാണ് അറിയണത്. അപ്പോൾ ഇവിടെ നിറച്ച് സ്വാമിയാരും വിശ്വാസികളൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. കാരണം പറഞ്ഞില്ല. മകൻ വന്നേച്ച് പെട്ടെന്ന് പോകാമെന്നും പറഞ്ഞ് എന്നെ കാറെ കയറ്റി കൊണ്ടുപോയി. ഇടക്ക് ആലപ്പുഴ ചെന്നപ്പോഴാണ് ഈ വാർത്ത ഞാൻ അറിയുന്നത്. അപ്പോൾ കാറപകടത്തിൽ മരിച്ചതാണെന്ന് പിന്നീടൊക്കെ ഞാൻ അറിഞ്ഞ്. അപ്പോൾ ഈ 2 പേരും മരിച്ചെന്നാണ് ഇവരെന്നോട് പറഞ്ഞത്. പക്ഷേ ഇവരെ ഞാൻ പിന്നീട് ഒരു ദിവസം ഇവരെ ഞാൻ എൻ്റെ കണ്ണിൽ പെട്ടു. കണ്ണൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിനെ. അപ്പോൾ ഇവർ മരിച്ചിട്ടില്ലെന്ന് എനിക്ക് വിശ്വാസം വന്നു. അപ്പോൾ ഞാൻ എൻ്റെ മൂത്ത മകനോട് പറഞ്ഞു, എടാ കണ്ണനൊന്നും മരിച്ചിട്ടില്ല, അവർക്കൊരാപത്തും ഇല്ലല്ലോ, നമ്മുടെ മകനല്ലേ എടാ നഷ്ടം വന്നുള്ളൂ, ഇതിലെന്തോ ഒരു ചതിയുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എനിക്കത് തുറന്ന് പറയാനായിട്ടുള്ള ധൈര്യം ഇല്ലായിരുന്നു. എല്ലാവരും വിശ്വാസികളും. അപ്പോൾ അത് ഞാൻ തുറന്ന് പറഞ്ഞില്ല. പക്ഷേ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് കുറ്റബോധം തന്നെ ഇപ്പോഴും അപ്പോഴും ഉണ്ട്. പക്ഷെ അത് പറയാനുള്ള ഒരു ധൈര്യം വരാഞ്ഞത്, എല്ലാവരും വിശ്വാസികൾ എല്ലാവരും ആശ്രമത്തിൽ പോകണം. അപ്പോൾ പിന്നെ ഇവർ ഒരു ദിവസം എന്നെ വിളിച്ച്, അമൃത എന്നെയും ഗുരുരത്നസ്വാമിയും കൂടി വിളിച്ചു വെച്ച് എന്നോട് പറഞ്ഞ്, അമ്മക്ക് മകൻ നഷ്ടം വന്നതിൽ ഖേദിക്കണ്ട, സ്വാമിയാരും ഗുരുരത്നസ്വാമിയും ഗുരുമിത്രസ്വാമിയും വിളിച്ചുകൊണ്ട് പോയെന്ന് അമ്മ ആരോടും പറയരുത്. അത് പറഞ്ഞ ഗുരുവിൻ്റെ വീട്ടിലാണമ്മ, അത് പ്രസ്ഥാനത്തിന് ദോഷമാണ്, അതുകൊണ്ട് അമ്മ അത് പറയരുത്. അമ്മയുടെ മോൻ ഗുരുവിൻ്റെ മടിയിൽ കിടപ്പുണ്ട്, അമ്മ പോയി കണ്ടാൽ മതി. ഞാനത് കേട്ട് വിശ്വസിച്ച്, സത്യമല്ലേ, ഗുരുവിൻ്റെ മടിയിൽ കിടക്കണം പറഞ്ഞപ്പോൾ ഞാനത് വിശ്വസിച്ച് ഞാൻ തുടർന്ന് ആശ്രമത്തിൽ പോയി തൊഴുത് എല്ലാ ദിക്കിലും നടന്ന് തൊഴുത് പ്രാർത്ഥിക്കും. പക്ഷെ എനിക്കത് പിന്നീട് അതിനെപ്പറ്റിയൊന്നും കാണാനും കേൾക്കാനും പറ്റിയില്ല. എങ്കിലും ഇവർ പലപ്പോഴും എന്നെ വിളിച്ചിങ്ങനെ ഒരുപാട് ഉപദേശങ്ങൾ തരാറുണ്ട്. അമ്മ വിഷമിക്കണ്ട, പക്ഷേ അമ്മേനെ മാമനെ ഞങ്ങൾ പൊന്നുപോലെ നോക്കിക്കോളാം, മകൻ നഷ്ടപ്പെട്ടെങ്കിലും നിങ്ങളുടെ ജീവിതകാലം മൊത്തം നിങ്ങളെ ഞാൻ സംരക്ഷിച്ചോളാം, ഇതെല്ലാം പറഞ്ഞ ഒരുപാട് വാഗ്ദാനങ്ങൾ എനിക്ക് തന്നു. പക്ഷേ ഇതൊന്നും നടപ്പിലായില്ല. എൻ്റെ ഭർത്താവ് ഒരുപാട് വിഷമിച്ച് കഴിഞ്ഞ ഒരു സമയമുണ്ടായി. സ്ട്രോക്ക് വന്ന് 6 വർഷം ഇവിടെ കിടന്നു. ആ മനുഷ്യനെ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇവർ ചതിക്കപ്പെടുന്ന ആൾക്കാരെന്ന് എനിക്ക് പണ്ടേ എനിക്കറിയാം. പിന്നെ ഞാനത് ഇവരെ മക്കളോട് പറയൂല. മക്കളോട് പറഞ്ഞ